3000 വർഷങ്ങൾക്ക് മുമ്പ് ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധം നടന്നു. ഒരു സ്ത്രീക്ക് വേണ്ടി ഒരു സാമ്രാജ്യം മുഴുവൻ കത്തിയെരിഞ്ഞു. അതാണ് ട്രോയ്. കഥ തുടങ്ങുന്നത് സ്പാർട്ടയിൽ നിന്നാണ്. ട്രോയിലെ രാജാവായ പ്രിയാമിന്റെ മകൻ പാരിസ് രാജകുമാരൻ സമാധാന ചർച്ചകൾക്കായി സ്പാർട്ടയിലെത്തുന്നു. അവിടെ വെച്ചാണ് അവൻ സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്നാണ് ഹെലൻ അറിയപ്പെട്ടിരുന്നത്. സ്പാർട്ടയിലെ രാജാവായ മെനലാവോസിന്റെ ഭാര്യയായിരുന്നിട്ടും ഹെലൻ പാരീസുമായി പ്രണയത്തിലായി. മെനലാവോസ് സ്ഥലത്തില്ലാത്ത സമയത്ത് പാരീസ് ഹെലനെയും കൂട്ടി ട്രോയിലേക്ക് ഒളിച്ചോടി. ഇത് വെറും ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല, ഒരു മഹായുദ്ധത്തിന്റെ തുടക്കമായിരുന്നു. തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞ മെനലാവോസ് കോപം കൊണ്ട് വിറച്ചു. അദ്ദേഹം തന്റെ സഹോദരനും മൈസീനിയയിലെ ശക്തനായ രാജാവുമായ ആഗ്മെനോന്റെ സഹായം തേടി. ഒഡീസിയസ് ഉൾപ്പെടെ ഗ്രീസിലെ ഒട്ടുമിക്ക രാജാക്കന്മാരും അവർക്കൊപ്പം ചേർന്നു. അങ്ങനെ ചരിത്രം രേഖപ്പെടുത്തിയ ആ വമ്പൻ സൈന്യം രൂപം കൊണ്ടു. ഹെലനെ വീണ്ടെടുക്കാൻ ട്രോയ് നഗരം ചാമ്പലാക്കാൻ 1000ഓളം കപ്പലുകളുമായി ലക്ഷക്കണക്കിന് ഗ്രീക്ക് പടയാളികൾ ഈജിയൻ കടൽ മുറിച്ചു കടന്നു. പക്ഷേ ട്രോയ് കീഴടക്കുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. നഗരത്തിനു ചുറ്റും ഭീമാകാരമായ മതിലുകൾ ഉണ്ടായിരുന്നു. 10 വർഷത്തോളം ഗ്രീക്കുകാർ ട്രോയ് ഉപരോധിച്ചു. പുറത്ത് കടലിൽ ഗ്രീക്കുകാരും മതിലിനുള്ളിൽ ട്രോജൻ പടയാളികളും. ഈ യുദ്ധത്തിൽ ഇരുവശത്തും ഇതിഹാസ വീരന്മാരുണ്ടായിരുന്നു. ഗ്രീക്കുകാരുടെ ഭാഗത്ത് തോൽവി അറിയാത്ത അക്കിലീസ്, ട്രോയുടെ സംരക്ഷകനായി ധീരനായ ഹെക്ടർ. ഇവർ തമ്മിലുള്ള പോരാട്ടങ്ങൾ ഇന്നും കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒടുവിൽ അക്കിലീസിന്റെ വാളാൽ ഹെക്ടർ വധിക്കപ്പെട്ടു. എങ്കിലും ട്രോയ് നഗരം വീണില്ല. ശക്തി കൊണ്ട് ട്രോയെ തകർക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഒഡീസിയസ് ബുദ്ധിപരമായ ഒരു ചതി പ്രയോഗിച്ചു. അവർ വലിയൊരു മരക്കുതിരയെ നിർമ്മിച്ചു. അതിനുള്ളിൽ തങ്ങളുടെ ഏറ്റവും മികച്ച പടയാളികളെ ഒളിപ്പിച്ചു. ബാക്കിയുള്ള ഗ്രീക്ക് സൈന്യം തോൽവി സമ്മതിച്ച് കപ്പലുകളിൽ മടങ്ങിപ്പോയതായി അഭിനയിച്ചു. ഗ്രീക്ക് സൈന്യം ദൈവത്തിനുള്ള വഴിപാട് നൽകിയതാണെന്ന് കരുതി ആ മരക്കുതിരയെ ട്രോജൻ ജനത മതിലുകൾക്കുള്ളിലേക്ക് വലിച്ചു കയറ്റി. അവർ യുദ്ധം ജയിച്ചുവെന്ന് കരുതി നഗരത്തിൽ വലിയ ആഘോഷങ്ങൾ തുടങ്ങി. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ തെറ്റ്. രാത്രിയുടെ യാമത്തിൽ ട്രോയ് നഗരം ഉറക്കത്തിലായപ്പോൾ കുതിരയുടെ വയറിനുള്ളിൽ നിന്നും ഗ്രീക്ക് പടയാളികൾ പുറത്തിറങ്ങി. അവർ കോട്ടവാതിലുകൾ മലർക്കെ തുറന്നു. പുറത്ത് പതിയിരുന്ന ഗ്രീക്ക് സൈന്യം ട്രോയ് നഗരത്തിലേക്ക് ഇരച്ചു കയറി. ഉറങ്ങിക്കിടന്ന ട്രോജൻ ജനതയെ അവർ ആക്രമിച്ച് കൊലപ്പെടുത്തി. വീടുകൾക്ക് തീയിട്ടു. ട്രോയ് നഗരം കത്തിയമർന്നു. ഒടുവിൽ പ്രിയാം രാജാവ് കൊല്ലപ്പെട്ടു. അങ്ങനെ ഒരു പ്രണയത്തിനു വേണ്ടി തുടങ്ങിയ യുദ്ധം ഒരു വലിയ സംസ്കാരത്തിന്റെ അന്ത്യത്തിൽ കലാശിച്ചു. നൂറ്റാണ്ടുകളോളം ഇത് ഹോമർ എഴുതിയ വെറും ഒരു കവിതയാണെന്ന് ലോകം വിശ്വസിച്ചു. എന്നാൽ 1870 ഹെൻറിച്ച് ഷ്ലീമാൻ എന്ന ജർമ്മൻ ആർക്കിയോളജിസ്റ്റ് ഹോമറുടെ പുസ്തകം ഒരു ഭൂപടം പോലെ ഉപയോഗിച്ച് ടർക്കിയിലെത്തി. എല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു. പക്ഷേ ഇസാർലിക് എന്ന കുന്നിൻ പ്രദേശത്ത് മണ്ണ് മാന്തി നോക്കിയപ്പോൾ ലോകം ഞെട്ടിപ്പോയി. അവിടെ വലിയ മതിലുകളുടെ അവശിഷ്ടങ്ങളും സ്വർണ്ണനിധികളും അദ്ദേഹം കണ്ടെത്തി. ട്രോയ് വെറും ഒരു കഥയല്ല, അതൊരു ചരിത്ര സത്യമായിരുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചു. ഇന്ന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ട്രോയ് ഇടം നേടിയിട്ടുണ്ട്. ഒന്നിനു മുകളിൽ ഒന്നായി 9 തവണ പുനർനിർമ്മിക്കപ്പെട്ട നഗരമാണ് ട്രോയ് എന്ന് ഗവേഷകർ പറയുന്നു. പ്രണയവും പകയും തന്ത്രങ്ങളും നിറഞ്ഞ ഈ ചരിത്രം ഇന്നും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ചരിത്ര വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.